ഹലോ. ഇന്ന് അടുക്കളയിലാണ് നോക്കിയപ്പോൾ കറി വെക്കാനൊന്നുമില്ല. അന്നേരം ഇപ്പോൾ വെറുതെ ഇറങ്ങി പറമ്പിലൊന്ന് നോക്കിയപ്പോഴാണ് ഒരു ചീമച്ചെമ്പ് നല്ല താഴ്ച നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു തണ്ട് കണ്ടിച്ചുകൊണ്ട് ഒന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇലയുടെ ഒരു മുഴുപ്പുണ്ടോ, കണ്ടോ, നല്ല കറയുണ്ട്. അങ്ങനെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നല്ല കഷ്ണങ്ങളാക്കി വെച്ചിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. കുനുകുനാന്നല്ല കേട്ടോ, നീളത്തിൽ അരിഞ്ഞെടുക്കുന്ന നല്ലതേ. അങ്ങനെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സബോളയും, ഒരു സബോള മതിയാവും, പിന്നെ ഇച്ചിരി ഇഞ്ചിയും, ഒരു ശകലം വെളുത്തുള്ളിയും, കറിവേപ്പിലെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് നമ്മുടെ മൺചട്ടിയിൽ വെക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ 2 കുഞ്ഞു കുടംപുളി ഇട്ടിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി തേങ്ങയും ചിരണ്ടി ഇട്ട് കൊടുത്ത് ഒരു മിനിമത്തിന് മതി. അതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ വയറ് നിറയെ ചോങ്ങാൻ ഈ കറി മതിയായിരിക്കും. അത്യാവശ്യം കപ്പപ്പുഴുക്കിനും ചക്കപ്പുഴുക്കിനും ഒക്കെ കൂട്ടാൻ കൊള്ളാവേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.